ഉള്ളി സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 150ഓളം ഗ്രാം ചുവന്നുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ശർക്കര. പിന്നെ നമുക്ക് തുവരപ്പരിപ്പ് വേണം. തുവരപ്പരിപ്പ് കഴുകി ആദ്യം തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 ടീസ്പൂൺ ഉപ്പുപൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ സാമ്പാർ പൊടി. പിന്നെ ഇത് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, വറുത്തിടാൻ വേണ്ടിയിട്ട് 3 വറ്റൽമുളക്, കുറച്ച് ഒരു 2 പിഞ്ചോളം ജീരകം, ഒരു ചെറിയ 1/2 ടീസ്പൂൺ ഉലുവ എന്നിവയാണ് നമ്മൾ താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് വാളൻപുളി വേണം. അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് കറിയിൽ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇതിലോട്ട് ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ച മഞ്ഞൾപ്പൊടിയിൽ നിന്ന് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു പകുതി ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. നമ്മൾ ചുവന്നുള്ളി വഴറ്റിയെടുത്തിട്ടാണ് ഉള്ളി സാമ്പാർ വയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഉരുളി അടുപ്പത്ത് വയ്ക്കാം. ഉരുളി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി നമുക്ക് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലോട്ട് പൊടിയായി എരിഞ്ഞു വെച്ച ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. ഒരു 2 മിനിറ്റ് കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുത്ത് ഏകദേശം 1 മിനിറ്റോളം നമ്മൾ വഴറ്റിയെടുത്തു. നമുക്കിനി ഇതിലോട്ട് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റാം. നമ്മുടെ പരിപ്പ് അവിടെ വിസിലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആ ശർക്കര കഷ്ണം ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ശർക്കര കഷ്ണമാണ്. അത് അതിൽ അങ്ങനെ ഉരുകി വന്നോളും. തക്കാളി നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ പുളി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ നേരത്തെ 1 ടീസ്പൂൺ ഉപ്പ് എടുത്തതിൽ പകുതി നമ്മൾ പരിപ്പ് വേവിക്കാൻ വേണ്ടി എടുത്തിരുന്നു. ബാക്കി ഉപ്പ് നമുക്ക് ഇതിലോട്ട് ചേർത്ത്, അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 2 ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്ത് കൊടുത്തു നമുക്കിനി നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. നമ്മുടെ പൊടികളെല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തു. ഇനി നന്നായി ഇതൊന്ന് തിളച്ച് വരണം. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറി നന്നായി തിളച്ച് വന്നു. ഇനി നമുക്കിത് താളിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറിയിൽ ഉപ്പ് പിടിച്ചോളും. കറി താളിച്ചെടുക്കാൻ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചു. പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇതിലോട്ട് ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായി മൂത്ത് വന്ന് നമുക്കിനി ഇതിലോട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇത് സാമ്പാറിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളത് സാമ്പാറിലോട്ട് ചേർത്ത് കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പഴയ ഇടം സാറിൻ്റെ റെസിപ്പി കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ സബ്സ്ക്രൈബും ലൈക്കൊന്നും മറക്കണ്ട. ആരും സബ്സ്ക്രൈബ് ചെയ്യില്ല എന്നറിയാം, എങ്കിലും പറയുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം.